ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ പ്രിലിംസിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ട മെയിൻ പ്ലേസസ്, കറണ്ട് അഫയേഴ്സിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് പ്ലേസസ് ആണ് നമ്മൾ പ്ലേസസ് ഇൻ ന്യൂസിൽ കവർ ചെയ്യുക. അപ്പം ഇന്ന് പ്ലേസസ് ഇൻ ന്യൂസിൽ നമ്മൾ രണ്ട് സ്ഥലങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. ഒന്ന് നമ്മുടെ സ്വന്തം കോഴിക്കോടും മറ്റൊന്ന് ഗ്വാളിയോറും. അപ്പോൾ കോഴിക്കോടും ഗ്വാളിയോറും ഇത് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? രണ്ട് സ്ഥലങ്ങൾ അറ്റ് എ ടൈം പറയുന്നുണ്ട്. അപ്പൊ പ്ലേസസ് ഇൻ ന്യൂസിൽ ഇന്ന് കോഴിക്കോടിനെയും ഗ്വാളിയോറിനെയും ഒരുമിച്ച് പറയാൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻ എ സിഗ്നിഫിക്കന്റ് റെക്കഗ്നീഷൻ ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻസ് ടു ലിറ്ററേച്ചർ ആൻഡ് മ്യൂസിക്, കോഴിക്കോട് ഇൻ കേരള ആൻഡ് ഗ്വാളിയോർ ഇൻ മധ്യപ്രദേശ് ഹാവ് ബീൻ ആഡഡ് ടു യുനെസ്കോസ് പ്രസ്റ്റീജിയസ് ലിസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് സിറ്റീസ്. അപ്പൊ യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് കേരളത്തിലെ കോഴിക്കോട് നഗരവും മധ്യപ്രദേശിലെ ഗ്വാളിയോറും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ലിറ്ററേച്ചറിന് നൽകിയ കോൺട്രിബ്യൂഷനാണ് കോഴിക്കോടിനെ ക്രിയേറ്റീവ് സിറ്റീസ് എന്ന് പറയുന്ന ലിസ്റ്റിലേക്ക് എത്തിച്ചതെങ്കിൽ ഗ്വാളിയോറിനെ എത്തിച്ചത് അതിൻ്റെ മ്യൂസിക്കൽ പാരമ്പര്യമാണ്. മനസ്സിലാക്കുക. അപ്പൊ ഇത് പ്രഖ്യാപിച്ച ദിവസവും അതൊരു കോയിൻസിഡൻസ് എന്നൊക്കെ പറയില്ലേ, ഒക്ടോബർ 31 2023 ഒക്ടോബർ 31 യുനെസ്കോ കോഴിക്കോടിനെയും ഗ്വാളിയോറിനെയും ക്രിയേറ്റീവ് സിറ്റീസിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തിയത്. ഈ ഒക്ടോബർ 31 ഒരു പ്രത്യേകതയുണ്ട്, വേൾഡ് സിറ്റീസ് ഡേ ആണ്. വേൾഡ് സിറ്റീസ് ഡേ ആയ ഒക്ടോബർ 31 തന്നെ ഇങ്ങനെ പ്രഖ്യാപിച്ചത് ഒരു കോയിൻസിഡൻസ് മാത്രമാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഒക്ടോബർ 31 ഇങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് കോഴിക്കോടും മധ്യപ്രദേശിൽ നിന്ന് ഗ്വാളിയോറും യുനെസ്കോയുടെ പ്രസ്റ്റീജിയസ് ലിസ്റ്റ് ഓഫ് ക്രിയേറ്റീവ് സിറ്റീസിൽ ഇടം പിടിച്ചു. അപ്പൊ അതുകൊണ്ടാണ് കോഴിക്കോടിനെയും ഗ്വാളിയോറിനെയും ഒരുമിച്ച് ഞാൻ പരിചയപ്പെടുത്തിയത്. ഇനി ഈ ക്രിയേറ്റീവ് സിറ്റീസിന്റെ ലിസ്റ്റിലേക്ക് വരുന്നതിന് ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. ദീസ് സിറ്റീസ് റെപ്രസെന്റ് 7 ക്രിയേറ്റീവ് ഫീൽഡ്സ്. ഫസ്റ്റ്, ക്രാഫ്റ്റ്സ് ആൻഡ് ഫോക്ക് ആർട്ട്. നെക്സ്റ്റ് ഈസ് ഡിസൈൻ. Next is film. Next is gastronomy. Next is literature. Next is media arts. The last one is music. And each city in the network contributes its unique cultural richness to the global creative community. അപ്പോൾ ഈ ലിസ്റ്റിൽ ക്രാഫ്റ്റ്, ഫോക്ക് ആർട്ട്, ഡിസൈൻ, ഫിലിം, ഗാസ്ട്രോണമി, ലിറ്ററേച്ചർ, മീഡിയ ആർട്സ്, മ്യൂസിക് എന്നൊക്കെ പറയുന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ടേം എന്ന് പറയുന്നത് ഗ്യാസ്ട്രോണമി എന്ന് പറയുന്ന ടേം ആയിരിക്കും. ഗ്യാസ്ട്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡി ബിറ്റ്വീൻ ദ റിലേഷൻ ഫുഡ് ആൻഡ് കൾച്ചർ. ഫുഡും കൾച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഗ്യാസ്ട്രോണമി എന്ന് പറയുന്നത്. നമ്മൾ ഈ ഫുഡ് ഫെസ്റ്റ് ഒക്കെ നടത്തില്ല, ചില കൾച്ചറൽ ഫെസ്റ്റിവലിന്റെ ഒക്കെ ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫുഡും കൾച്ചറും തമ്മിലൊരു ബന്ധമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഗ്യാസ്ട്രോണമി. അപ്പൊ ഇങ്ങനെ ഒരു 7 ക്രിയേറ്റീവ് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും ഈ ഓരോ ക്രിയേറ്റീവ് സിറ്റികളും. അപ്പൊ കോഴിക്കോട് ഞാൻ പറഞ്ഞു ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടിട്ടാണ് കോഴിക്കോടിന് ഇങ്ങനെ ഒരു സ്ഥാനം കിട്ടിയെന്ന് പറഞ്ഞു. കോഴിക്കോട് നോൺ ഫോർ ഇറ്റ്സ് ലിറ്റററി വൈബ്രൻസി, ഇറ്റ് സെർവ്സ് ആസ് എ പെർമനന്റ് വെന്യൂ ഫോർ ദ ആനുവൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആൻഡ് ഹോസ്റ്റ് ന്യൂമറസ് അതർ ബുക്ക് ഫെസ്റ്റിവൽ. അപ്പൊ നമ്മുടെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ മിക്കവാറും ഹോസ്റ്റ് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. ആനുവലി നടക്കുന്ന ആ ഒരു ഫെസ്റ്റിന്റെ, ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ വെന്യൂ എന്ന് പറയുന്നത് കോഴിക്കോടാണ്. അതുപോലെ തന്നെ ധാരാളം ബുക്ക് ഫെസ്റ്റുകൾ നടക്കാറുണ്ട്, നമുക്കറിയാം അല്ലെ. അപ്പൊ കോഴിക്കോടിന് ആ ലിറ്റററി വൈബ്രൻസി, ലിറ്ററേച്ചറുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് കോഴിക്കോടിന് ഈ പറയുന്ന ക്രിയേറ്റീവ് സിറ്റീസിന്റെ ലിസ്റ്റിൽ യുനെസ്കോ ആഡ് ചെയ്തിട്ടുള്ളത്. ഓൺ ദ അതർ ഹാൻഡ്, ഗ്വാളിയോർ ബോട്ട്സ് ഇറ്റ്സ് റിച്ച് ആൻഡ് ഡൈവേഴ്സ് മ്യൂസിക്കൽ ഹെറിറ്റേജ് encompassing classical Hindustani music, folk music and devotional music. The city is home to prestigious music institutes and hosts popular music festivals. അപ്പൊ ഗ്വാളിയോറിന് കിട്ടിയത് മ്യൂസിക്കൽ അല്ലെങ്കിൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആ ക്രിയേറ്റിവിറ്റി കൊണ്ടാണ്. നിങ്ങൾ ഗ്വാളിയോറിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഗ്വാളിയോർ ഹരാന എന്നൊക്കെ പറഞ്ഞ് ഘോരമായിട്ടൊക്കെ നമ്മൾ പഠിക്കും അല്ലേ.
അതായത് മിഡീവൽ പീരീഡിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബറിന്റെ ടൈം മുതലാണ് ഈ പറയുന്ന ഗ്വാളിയോർ ഹരാന ഉടലെടുക്കുന്നതും പിന്നീട് അങ്ങോട്ട് ഫേമസ് ആകുന്നത്. ഹിന്ദുസ്ഥാനിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് ഗ്വാളിയോർ ഹരാന എന്ന് പറയുന്നത്. അപ്പം ഗ്വാളിയോറിന്റെ ആ ഒരു മ്യൂസിക്കൽ ഫീൽഡിനോടുള്ള അതിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഗ്വാളിയോറിനെ ക്രിയേറ്റീവ് സിറ്റീസിന്റെ ലിസ്റ്റിലേക്ക് എത്തിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. അപ്പൊ പ്ലേസസ് ഇൻ ന്യൂസിൽ ഇന്ന് നമ്മൾ 2 സ്ഥലങ്ങൾ, നമ്മുടെ സ്വന്തം കോഴിക്കോടും മധ്യപ്രദേശിലെ ഗ്വാളിയോറുമാണ് കണ്ടത്. അതിന്റെ പ്രത്യേകത യുനെസ്കോയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ക്രിയേറ്റീവ് സിറ്റീസിൽ ഇടം പിടിച്ച 2 സ്ഥലങ്ങളാണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. കീപ് ഗോയിങ്. പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. Aspire, enroll, achieve.